വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നു. ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ ഡാഷ് അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിവാസികൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. അവനോടുകൂടെ ഡാഷ് ലേവ്യന് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, താമസിക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 4. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ ഡാഷ് ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. എവിടുത്തുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദായിരുന്നു അവൻ്റെ പിതാവ്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗിലെയാദുകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 6. ജഫ്ത തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഡാഷ് ആയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഏകസന്താനമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. ആയിടെ ചത്ത ഒരു ഡാഷ് താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഴുതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 8. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ പോയി നമുക്ക് എന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 9. യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന എത്ര കുഷ്ഠരോഗികളാണ് അവനെ കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 10. ക്വസ്റ്റ്യൻ നമ്പർ 10. കഴുതകൾക്ക് വേണ്ട പുല്ലും ഡാഷ് ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വൈക്കോലും. ക്വസ്റ്റ്യൻ നമ്പർ 11. സോറായിൽ ദാൻ ഗോത്രക്കാരനായ ആര് എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഇ മനോവ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന എന്തിനെ പ്രതി നിങ്ങൾ ഹൃദയവേദന അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, കാരണം ഈ പീഡകൾ നിങ്ങളുടെ മഹത്വം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പീഡകളെ. ക്വസ്റ്റ്യൻ നമ്പർ 13. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലൂക്ക 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 14. ആരവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു? അവർ കാലു കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വൃദ്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഡാഷ് ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉഴുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 16. കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് എത്ര ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 12 ഗോത്രങ്ങൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 17. പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നശിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 18. ലോത്തിന്റെ നാടുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും എന്ത് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വീട്. ക്വസ്റ്റ്യൻ നമ്പർ 19. എഫ്രായിം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ ഡാഷ് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഡാഷ് പറഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു ഉപമ. ക്വസ്റ്റ്യൻ നമ്പർ 21. മിക്ക ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് ആരുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മിക്കായുടെ. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശോഭയാൽ അഴകറ്റ മഴവില്ലിനെ. ക്വസ്റ്റ്യൻ നമ്പർ 23. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് ഡാഷ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിലപിക്കുന്നു. അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കരയുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 24. ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം
ഓപ്ഷൻ എ യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് ഡാഷിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? ലൂക്ക 24 അധ്യായം 26 വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മഹത്വത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 26. അഹറോന്റെ ഓഹരിയും അവകാശവും ആര് തന്നെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 27. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 28. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഡാഷ് കർത്താവ് ഉയർത്തി. പ്രഭാഷകൻ 45 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരുവനെ. ക്വസ്റ്റ്യൻ നമ്പർ 29. അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവനെയും അവർ അടിക്കുകയും ഡാഷ് വെറുങ്കോയോടെ തിരിച്ചയക്കുകയും ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അപമാനിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 30. ആർക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നവർ പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 31. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ എന്ത് മൂലക്കല്ലായി തീർന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 32. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ ഡാഷ് മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ വിധവ. ക്വസ്റ്റ്യൻ നമ്പർ 33. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ചു. ഡാഷ് അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഊർജ്ജസ്വലനായി. ക്വസ്റ്റ്യൻ നമ്പർ 34. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് ആരാണ് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശതാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 36. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് ഡാഷ് അവർക്ക് ഒറ്റ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി ധനികനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. തങ്ങളുടെ സഹോദര എന്തായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗോത്രമായ. ക്വസ്റ്റ്യൻ നമ്പർ 40. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ ഡാഷ് വിരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വസ്ത്രങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 41. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ എന്തിനു വന്നത്. ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യുദ്ധത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇത് കേട്ടപ്പോൾ അവൻ വളരെ ഡാഷ്, കാരണം അവൻ വലിയ ധനികനായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വ്യസനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 43. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദിവസങ്ങളിലും. ക്വസ്റ്റ്യൻ നമ്പർ 44. ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് ആരോടാണ് പ്രസംഗിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിജാതീയരോട്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഡാഷ് പറഞ്ഞു. നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുവിൻ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 46. അവനിത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള എന്ത് തുടർന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യാത്ര. ക്വസ്റ്റ്യൻ നമ്പർ 47. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രൈമിനോട് എന്ത് ചെയ്തു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യുദ്ധം. ക്വസ്റ്റ്യൻ നമ്പർ 48. ആര് പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു. അതിൻ്റെ ഡാഷ് ശൂന്യമാക്കി. പ്രഭാഷകൻ 49 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജെറമിയ. ക്വസ്റ്റ്യൻ നമ്പർ 49. എൻ്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 50. ജഫ്ത പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഡാഷ് കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 51. യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുരോഹിതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 52. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും എന്താകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവവചനം. ക്വസ്റ്റ്യൻ നമ്പർ 53. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് എന്താണ് പ്രഘോഷിക്കുന്നത്? ശരിയായ
ഉത്തരം ഓപ്ഷൻ ഡി, ഉദിച്ചുയർന്ന സൂര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിനെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ ഡാഷ്. പ്രഭാഷകൻ 45 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മോശ. ക്വസ്റ്റ്യൻ നമ്പർ 55. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പുതൊട്ടുകൾ ഇടുന്നതാണ് കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 56. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളുടെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ ഡാഷ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 57. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്തു വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 58. യൂദായിലെ ബെത്ലഹേമിൽ യൂദാവംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ആര്? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 59. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനോട് പറഞ്ഞു, നമുക്ക് ജബൂസിയരുടെ ഈ ഡാഷ് രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 60. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഡാഷ് വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്നറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭൃത്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 61. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ഡാഷ് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്നെന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദരിദ്രർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 62. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഏത് ദിനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉത്സവ ദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 63. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ എന്ത് വ്യാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അന്ധകാരം. ക്വസ്റ്റ്യൻ നമ്പർ 64. ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഡാഷ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെറുക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 65. ഒരു ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 42 അധ്യായം 20 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 66. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ ഡാഷ് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 67. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 12 പ്രവാചകന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 68. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഡാഷ് ചെയ്യുന്നവരോട് അവൻ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുച്ഛിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 69. ആരുടെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 70. ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ ആരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശിഷ്യന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 71. എങ്ങനെയുള്ള ആ ന്യായാധിപൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നീതിരഹിതനായ. ക്വസ്റ്റ്യൻ നമ്പർ 72. അവർ വിധവകളുടെ ഭവനങ്ങൾ ഡാഷ് ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വിഴുങ്ങുകയും. ക്വസ്റ്റ്യൻ നമ്പർ 73. ജോസിയായുടെ സ്മരണ നാവിനെ എന്തുപോലെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തേൻ. ക്വസ്റ്റ്യൻ നമ്പർ 74. ഗിലെയാദുകാരനായ ജഫ്തയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രന്മാർ വർഷം തോറും എന്ത് ചെയ്യുമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 4 ദിവസം കരയാൻ പോവുക പതിവായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 75. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒരു ഉപമ. ക്വസ്റ്റ്യൻ നമ്പർ 76. ദാൻ എന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലൈഷ്. ക്വസ്റ്റ്യൻ നമ്പർ 77. അവൻ ബലിപീഠത്തിലെ ഡാഷ് നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പ്രഭാഷകൻ 50 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അഗ്നിക്കരികെ. ക്വസ്റ്റ്യൻ നമ്പർ 78. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ ഡാഷ് സമാധാനം അത്യുന്നതകളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. പരദൂഷണം ആവർത്തിക്കുന്നതിലും എന്ത് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 80. 600 പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 20 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ രക്ഷപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 81. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും
വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ എന്തിനെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആന്തരിക നേത്രങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 82. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തലമുറ ക്രമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ആരുടെ പേര് പോലും മാഞ്ഞു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 84. ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും ഡാഷ് വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാണിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 85. അവിശ്വസ്തയായ ഭാര്യയെ ഡാഷ് നിർത്തുന്നതും നന്ന്. പ്രഭാഷകൻ 42 അധ്യായം 6 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിലയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 86. നമ്മുടെ ഡാഷ് നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവായ ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 87. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും ഡാഷ് ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുരോഹിതനും. ക്വസ്റ്റ്യൻ നമ്പർ 88. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ എവിടെ പതിയിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണവാതിൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ എന്ത് ഛേദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വലത്ത് ചെവി. ക്വസ്റ്റ്യൻ നമ്പർ 90. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു ഡാഷ് 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കട്ടിലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആര് ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 92. ഡാഷ് എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന് തിരുനാൾ അടുത്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 93. മർത്യകുലം എന്തിനാ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്യപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജലപ്രളയം. ക്വസ്റ്റ്യൻ നമ്പർ 94. ആര് പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്തു?
ന്യായാധിപന്മാർ 17 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 95. അവിടുന്ന് ഡാഷ് മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. പ്രഭാഷകൻ 42 അധ്യായം 21 വാക്യത്തിൽ നിന്ന് എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അനാദി. ക്വസ്റ്റ്യൻ നമ്പർ 96. മനുഷ്യപുത്രൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ലൂക്ക 24 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 97. സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. എന്തിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മരണത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരുടെ ഇടയിൽ നിന്നാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ ജനതകളുടെയും. ക്വസ്റ്റ്യൻ നമ്പർ 99. അവൻ ചുറ്റും നിന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയമെടുത്ത് എത്ര നാണയമുള്ളവന് കൊടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 10. ക്വസ്റ്റ്യൻ നമ്പർ 100. പുനരുദ്ധാനത്തിന് മക്കൾ എന്ന നിലയിൽ അവർ ദേവദൂതന്മാർക്ക് തുല്യരും ആരുമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദൈവമക്കളും. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിന് ഒരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.